തരത്തിൽ വേണേലും എടുക്കാം. ഇതിൻ്റെ അകത്ത് നല്ല എക്സ്ട്രാ ക്ലീൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു നോർമൽ ക്ലീൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, വലിയ ചൊറികൾ മാത്രം അങ്ങനെ വേർതിരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സന്തോഷ്, നമസ്കാരം. നമസ്കാരം. അതായത് നമ്മുടെ ഏലക്കായുടെ സോർട്ടിങ്ങിനും ഗ്രേഡിങ്ങിനും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് അല്ലെ? അതെ അതെ. നേരത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പറിക്കുന്ന ഏലക്ക വ്യാപാരികൾ കൊണ്ടേ കൊടുക്കുന്നു, കിട്ടുന്ന വിലക്ക് കർഷകർ കുറച്ചും കൂടിയിട്ട് ബോധവാന്മാരായി. അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ഇത് ആദ്യത്തെ സെക്ഷനാണോ? അതെ, ഇത് നമുക്ക് ഏലക്കായ ഇവിടെയാണോ നമുക്ക് വരുന്നത്. കർഷകരും അല്ലാതെ ഒക്കെ കൊണ്ടിരുന്ന കായ ഇവിടെ വരുന്നു. ഇത് ഇവിടെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പൊ വന്നേക്കുന്ന ഇത് ഒരെണ്ണം അങ്ങോട്ട് എടുത്തരും, ഒരെണ്ണം ഇങ്ങോട്ട് എടുത്തരും. അപ്പൊ ഇതിന്റെ അന്ന് ആണ് ഇത് ഗ്രേഡറാണിത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഗ്രേഡറാണ്, വൈബ്രേറ്റർ ഗ്രേഡർ. അപ്പം ഇതിലേക്ക് കളക്ട് ചെയ്ത് ഇപ്പം ഒരാള് ഇപ്പൊ ഇവിടെ ക്ലിയർ ഗ്രേഡ് ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ തന്നെയാണ് നമ്മൾ ഇറക്കിയിട്ട് ഗ്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു കിലോ കാർഡ് നമുക്ക് ഗ്രേഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്കൊരു 7 രൂപ ചെലവിൽ നമുക്ക് ഗ്രേഡ് ചെയ്ത് സോർട്ട് ചെയ്ത് തരംതിരിച്ചിട്ട് അതില് സോർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ 7 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. അതൊരു റീസണബിൾ പ്രൈസാ. 1 കിലോ നമ്മളത് ഇതിലിട്ട് ഒന്ന് ഇത് ചെയ്യണം, പിന്നെ അതിലിട്ട് സോർട്ട് ചെയ്യണം. 2 മെഷീനിലെ വർക്കുണ്ട്, അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വേണം അത് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 7 രൂപ ഏറ്റവും റീസണബിളായിട്ടുള്ളൊരു ഇത്. കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ 6 രൂപയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. ഇല്ലെങ്കിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ തവണ നമ്മൾ ഈ മെഷീൻ എല്ലാം ക്ലീൻ ചെയ്യണം, കാലിയാക്കണം. ഇല്ലെങ്കിൽ വീണ്ടും പുതിയ കാ വരുമ്പോഴത്തേനും അപ്പൊ ഒരു 10,000 കിലോ 2,000 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇതാക്കി കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കുറെ സമയച്ചെലവുണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോൾ. അപ്പൊ സാധാരണ രീതിയിൽ ഒരു കർഷകൻ കായ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ 1000 കിലോ കായ് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഗ്രേഡ് ആയിട്ട് തിരിക്കേണ്ടി വരും? 6 ഗ്രേഡ്. അപ്പൊ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 6 ആയിട്ട് കിട്ടും. 6 ആയിട്ട് അതിലേക്ക് ഔട്ട്പുട്ട് വരുന്നത് 6 ഐറ്റമായിട്ടാണ് വരുന്നത്. അത് പിന്നെ ഓരോരുത്തരുടെയും ഇതനുസരിച്ച് 7ഉം 7.5ഉം 8ഉം ഒക്കെ ഉണ്ട്. പിന്നെ 7ഉം 7.5ഉം തമ്മിൽ മിക്സ് ചെയ്ത് 7 to 8 അങ്ങനെ പല ഐറ്റത്തിലേക്കൊക്കെ ആക്കി മാറ്റി ആള് കച്ചവടക്കാർ ചോദിക്കുന്നതനുസരിച്ച് കൊടുക്കാൻ പറ്റും. എത്ര നാള് സൂക്ഷിച്ചു വെക്കാൻ പറ്റും? ഇത് ഒന്ന് ഗ്രേഡ് ചെയ്തൊക്കെ ക്ലിയർ ആയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ ഒരു വർഷത്തിൽ താഴെയൊക്കെ നല്ല കളറോടുകൂടി നിലനിൽക്കുള്ളൂ. അത് അതെ അതെ, എയർടൈറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ 1 വർഷത്തിൽ താഴെ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോൾ തന്നെ കളർ ഫെയ്ഡ് ആയി തുടങ്ങും. അങ്ങനെ ഇത് നമുക്ക് കളർ സോർട്ടിംഗ് മെഷീൻ, ഏലക്കായുടെയും കളർ ഇതാക്കി എടുക്കാനായിട്ട് അതിൻ്റെ അകത്തെ കറുത്ത കളറും പഴുത്ത കളറും എല്ലാം മാറ്റി നല്ല ഗ്രീൻ കളറാക്കി തന്നെ എടുക്കാനായിട്ടുള്ള മെഷീനാണ്. അതായത് അങ്ങനെ തെരഞ്ഞ് എടുക്കാനുള്ളത്. അതെ അതെ അതെ. അത് ക്യാമറയുണ്ട്, അതിൻ്റെ അകത്തെല്ലാം ക്യാമറയുണ്ട്. അത് വെച്ചിട്ട് ഈ മറ്റേ മോശം കളറുള്ളതെല്ലാം മാറ്റിക്കളയും. ചൊറി, പിന്നെ പഴം കളറ്, കറുത്ത കളറ്, ഇല്ല ഈ ഉണങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഡിഫക്റ്റ് ഉള്ളതെല്ലാം മാറ്റിയിട്ട് എല്ലാം നല്ല ക്ലിയർ യൂണിഫോം സൈസിലുള്ള കളറിലുള്ള ഇതാക്കാൻ എടുക്കാനായിട്ട് പലതരത്തിലാണ്. അപ്പൊ ഇത് തിരിച്ചെടുക്കുന്ന ഒരു ഭാഗം ഇതാണോ? അതെ അതെ. ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ഇങ്ങനെ വരും. ഇതാണ് നല്ല ഐറ്റം. ഇത് നല്ല ഐറ്റമാണേ. ഇതുണ്ട്. ഇത് നമുക്ക് ഏത് തരത്തിൽ വേണേലും എടുക്കാം. ഇതിൻ്റെ അകത്ത് നല്ല എക്സ്ട്രാ ക്ലീൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു നോർമൽ ക്ലീൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, വലിയ ചൊറികൾ മാത്രം അങ്ങനെ വേർതിരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ വേറെയും ബക്കറ്റുകളുണ്ടല്ലോ. അത് മോശം റിജക്ഷൻ. ഇതുണ്ടോ, ഇത് അതിൻ്റെ അന്ന് വരുന്ന റിജക്ഷൻ ആണ്. അതിന്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അതെ അതെ. ഇതിന്റെ അകത്തുനിന്ന് മാറി വന്നേക്കുന്ന ഇത് 2 ആയിട്ട് വരും. ഇത് നല്ല ഐറ്റം. അപ്പൊ ഇതിന്റെ പേരാണ് കളർ സോർട്ടിംഗ് മെഷീൻ. ഗ്രേഡിംഗ് അല്ല, സോർട്ടിംഗ് മെഷീൻ. ഇവിടെ മറ്റൊരു മെഷീൻ കാണുന്നുണ്ടല്ലോ. അതും ഇത് സെയിം മെഷീൻ തന്നെ. അത് പല ഐറ്റം ഇപ്പൊ ഗ്രേഡ് ചെയ്ത് വരുന്നതിൽ പല ഐറ്റം വരുന്നുണ്ട്. അപ്പം ഈ 8, 7, 7 അങ്ങനെ ഐറ്റം ഉള്ളതുകൊണ്ട് 8 ഇതിൻ്റെ അത് ചെയ്യുമ്പോൾ മറ്റൊരു ഐറ്റം ക്ലീൻ ചെയ്ത് മാറാനായിട്ട് ഒരു മെഷീനും കൂടെ. അപ്പൊ രണ്ടിനും സെയിം ഇത് തന്നെ, 2 തരത്തിലുള്ളത്. ഇപ്പം ഇത് കുറച്ചുകൂടെ ചെറുതരം കായാണെന്ന് തോന്നുന്നു. ഇതിന്റെ അന്ന് ഇത്രയും മോശമുള്ളതൊക്കെ മാറ്റി ക്ലിയർ ആക്കാനായിട്ട്. അപ്പൊ 2 ഐറ്റം ഉണ്ട്. 2 ഐറ്റം 2 ഇടത്തായിട്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ പുറത്തുനിന്ന് ആളുകൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം കൃഷിക്കാർക്കൊക്കെ ആണെങ്കിലും ഓവർ ചൊറിയുള്ളതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്താൽ അതിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നൊരുണ്ടെങ്കിൽ മൊത്തത്തില് ചെറിയ വില കിട്ടുന്ന സ്ഥാനത്ത് നമുക്ക് സോർട്ട് ചെയ്തിട്ട് നല്ല കായ്ക്ക് കൂടുതൽ വില കിട്ടാനുള്ള ആ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആളുകൾക്ക് ഇപ്പൊ ചെറുകിട കൃഷിക്കാർക്ക് ഇപ്പം ഗ്രേഡ് ചെയ്ത് സോർട്ട് ചെയ്ത് കൊടുക്കാനുള്ള മിഷനറി മേടിച്ചു വെക്കാൻ സാഹചര്യം. ഇപ്പം 100 കിലോ ഉള്ള ആൾക്ക്
എന്നാൽ വേണമെങ്കിൽ ഇത് സോർട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കാനൊക്കെ ഉള്ള ആളുകൾ അവർക്ക് കോൺടാക്ട് ഉള്ളവർക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ കൊണ്ട് ഗ്രേഡ് ചെയ്ത് നമ്മൾ സോർട്ട് ചെയ്ത് അവരുടെ ഇതിനങ്ങ് കൊടുക്കും. അങ്ങനെയും ആളുകൾ കൊണ്ടുവരുന്നുണ്ട്, അങ്ങനെയും കൊണ്ടുവരുന്നു. അതെ അതെ അതെ. അതൊരു മിതമായ റേറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ആളുകൾക്കും അതൊരു ഗുണമായിട്ട്. ഇപ്പൊ നമുക്ക് ഈ മെഷീനിൽ എത്രത്തോളം ഇതിന്റെ ഒരു കപ്പാസിറ്റി എങ്ങനെയാണ്? ഇത് നമുക്ക് ഒരു ദിവസം നമുക്കൊരു 15 ടണ്ണ് ഇപ്പം റൺ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഗ്രേഡ് ചെയ്ത് സോർട്ട് ചെയ്ത് 15 ടണ്ണ് 20 ടണ്ണ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ചൊറിയ, ഇങ്ങനത്തെ കളറ് വ്യത്യാസമുള്ള ഈ പഴക്കളറ് ഇതുണ്ടോ, ഇങ്ങനത്തെ ഐറ്റം എല്ലാം ഉണ്ടാവും. ആ സാധനം മാറ്റാനായിട്ടാണ് നമ്മളുടെ സോർട്ടിംഗ് മെഷീനിലേക്ക് ഇടുന്നത്. അപ്പം എല്ലാം ഒരേ സൈസിൽ പച്ച കളറിൽ തന്നെ ഇരിക്കും. അപ്പൊ ഗ്രേഡ് ചെയ്ത കായാണ് സോർട്ട് ചെയ്യുന്നത്. ഗ്രേഡ് ചെയ്ത കായാണ് സോർട്ട് ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ ഓരോ സെക്ഷൻ ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ അത്? ഇത് ഒരേ സെക്ഷൻ ഗ്രേഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതോ ഗ്രേഡ് ചെയ്തതാണോ? ഇത് ഗ്രേഡ് ചെയ്തതിന്റെ ഇത് റിജക്ഷൻ, അതായത് നമ്മളിപ്പോ കണ്ടില്ലേ ആ ക്യാമറ ഇത് വരുന്നതിന്റെ അത് റിജക്ട് ചെയ്യുന്ന ഇത്തിരി കളർ കുറവും ഒക്കെ ഉള്ള ഐറ്റം മാറ്റി കളയുന്നതാണ് ഇത്. ആ റിജക്ഷൻ ഇപ്പം വലിയ വില വ്യത്യാസമില്ല, ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ. ഈ ഡിമാൻഡ് ഉണ്ട് ഇപ്പൊ റിജക്ഷൻ. ഈ റിജക്ഷൻ എന്ന് പറഞ്ഞാൽ തീരെ മോശം കായെന്നല്ല, ഇതിന്റെ അകത്ത് അരിയെല്ലാം നന്നായിട്ടുണ്ട്, നല്ല പഴുത്ത കളറൊക്കെയാണ്. ക്യാമറ ഏറ്റവും മെച്ചപ്പെട്ട അതെ അതെ. ഇതിപ്പം വിൽപ്പന പവർ എപ്പോഴും ഈ കളറും ഏറ്റവും ഭംഗിയുള്ളതിനുമാണ്. ഇതിന് ക്വാളിറ്റിയിൽ കുറവില്ല, ഇത് ക്വാളിറ്റിയിൽ കുറവില്ല. അതെ അതെ. പഴവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട്, അരിയെല്ലാം നല്ല. നമുക്ക് മെക്കാനിസത്തിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഇത് നമുക്ക് ഈ അരി ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന മെഷീനാണ്. ഇതിപ്പോ ഹൈടെക് പുതിയ മെഷീനാണ്. അത് ഇതിന്റെ അകത്ത് ഇരിക്കുമ്പോ കുറച്ച് ക്ലിയറൻസ് കുറവുണ്ടായിരുന്നു. അപ്പൊ ഇത് അരി വേർതിരിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഈ വേസ്റ്റ് ഒക്കെ വരുന്നതിന്റെ അകത്ത് ഈ അരി വേർതിരിച്ചെടുക്കുന്ന പരിപാടിയായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് ഇതുണ്ട്, ഇതിന്റെ അകത്ത് അരി വരുന്നതാണേ. ഈ ഇതിന്റെ സീഡ് വേർതിരിച്ചെടുക്കുന്നത്. ഈ സീഡും ഇപ്പം ഡിമാൻഡ് ഉണ്ട്. സീഡ് വലിയ കമ്പനികൾക്ക് നമ്മൾ ഓയിൽ എടുക്കാനായിട്ട് ഇതിന്റെ ഓയിൽ എടുത്ത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട്. നമ്മുടെ ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് എത്ര നാളായി? ഇത് 2008 ഇവിടെ ഏലക്കാരൊക്കെ ആയിട്ട് 2000 മുതൽ നമ്മൾ ആക്റ്റീവ് ആയിരുന്നു. അത് അപ്പുറത്തായിരുന്നു. ഈ ഗോഡൌൺ ഈ പ്രോസസ്സിംഗ് എല്ലാം നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയത് 2008 മുതൽ. അപ്പൊ പുറമേ നിന്നുള്ള ആളുകള് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് സോർട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവരും. അതെ അതെ അതെ. പിന്നെ നമ്മള് പലയിടത്തുനിന്നും കായ്കൾ വാങ്ങിയിട്ട് ഇവിടെ ഗ്രേഡ് ചെയ്ത് സോർട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ഏറെക്കുറെ എല്ലാ കമ്പനികൾക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന ഐറ്റം അവരുടെ ക്വാളിറ്റിയിൽ കറക്റ്റാക്കി കൊടുക്കും. അതെ 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 അതെ. അപ്പൊ എസ് വി ട്രേഡേഴ്സിലെ സോർട്ടിംഗ് മെഷീനും ഗ്രേഡിംഗ് മെഷീനുമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്.